നമസ്കാരം, വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വോട്ട് ലഭിക്കാൻ വേണ്ടി ഒരു സൗജന്യം വാഗ്ദാനം ചെയ്യുക, അധികാരത്തിലെത്തിയപ്പോൾ മറ്റ് നിവൃത്തികളില്ലാതെ അത് നടപ്പിലാക്കുക, അത് നടപ്പിലാക്കിയതിനു ശേഷം നാടിന് തന്നെ ശല്യമായി തീരുക, തലവേദനയായി തീരുക. ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അവസാനം വരെ മുഴുവൻ കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. UPI നേതാവ്, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ വന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. കേരളത്തിലെ സ്ത്രീകളാരും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്നും അവരതിനു വേണ്ടി വാദിക്കുന്നില്ല, അവർക്കത് വേണമെന്നില്ല. പക്ഷെ കോൺഗ്രസ് അത് വാഗ്ദാനം ചെയ്തു. 102 സീറ്റ് അവർക്ക് കിട്ടി. അതിനുശേഷം മറ്റു പാർട്ടികൾ ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ട് നിങ്ങൾ ഇത് നടപ്പിലാക്കുന്നില്ല എന്ന്. അങ്ങനെ നടപ്പിലാക്കി. എല്ലാ വാഹനങ്ങളിലും സൗജന്യ യാത്ര എന്നുള്ളത് ഓർഡിനറി ബസ്സുകൾക്ക് മാത്രമാക്കി. പക്ഷെ നോക്കൂ, അത് ഒരു നാടിനെ ബാധിക്കുകയാണ്, നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുകയാണ്, ജനങ്ങൾക്ക് തലവേദനയായി മാറുകയാണ്. നിങ്ങൾ ചെറിയ പല മേഖലയും, സ്വകാര്യ ബസ് മേഖല, സാധാരണ ഒരു വേണ്ടപ്പെട്ട, എനിക്ക് അത്രയും സൗഹൃദമുള്ള ഒരു ബസ്സിന്റെ ഓണർ, അദ്ദേഹം ബസ് മുതലാളി എന്ന് വിളിക്കാമോ എന്നറിയില്ല, 3 ബസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, സാധാരണ ഒരു 5000 രൂപയെങ്കിലും മാറ്റിവെക്കാൻ പറ്റുന്നതാണ്, ഇപ്പോൾ അത് 1000 രൂപയായി ചുരുങ്ങിയിരിക്കുന്നു. വണ്ടിക്ക് ഒരു പണി വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള നിലയിലേക്ക് അവർ പോയിരിക്കുന്നു. അത് പ്രതിസന്ധിയിലായിരിക്കുന്നു. സ്ത്രീകളെല്ലാം തന്നെ ഈ KSRTC വാഹനങ്ങളെ ആശ്രയിക്കുമ്പോൾ സ്വകാര്യ വാഹനങ്ങൾ അത് വലിയ ബുദ്ധിമുട്ടാവുകയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള, ബസ് തൊഴിലാളികളടക്കമുള്ള, സ്വകാര്യ ബസ്സുകളടക്കമുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ് ഈ ഒരു സൗജന്യം. ഈ ഫ്രീ ബീസുകൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമായി. നോക്കൂ, ഇന്നത്തെ ദിവസം, ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു. ആകെ കുറഞ്ഞ KSRTC ആണ്. മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ KSRTC എന്നത് ഇല്ല, പരമാവധി ഇല്ല എന്ന് തന്നെ പറയണം. അപ്പൊ ചില ജില്ലകളിൽ നന്നായിട്ട്, തിരുവനന്തപുരം ജില്ലയിൽ KSRTC ഉണ്ട്, അങ്ങനെ വയനാട്ടിൽ KSRTC ഉണ്ട്. വയനാട്ടിലും അപൂർവം, അതിനു മാത്രം, പേരിന് മാത്രം ഉള്ളൂ. പക്ഷെ ഇത് എത്ര പേർക്ക്, എല്ലാ ആളുകളുടെ യാത്രാ ക്ലാസുകളെല്ലാം പരിഹരിക്കാൻ KSRTCക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയപ്പോൾ ഇന്ന് ഒട്ടനവധി ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു, ഒട്ടനവധി വിദ്യാർത്ഥികൾക്ക് പഠനം നഷ്ടപ്പെട്ടു. അത് നിങ്ങൾ ഒരു നിർമ്മാണ കരാറുകാരന്റെ സങ്കടം നിങ്ങളൊന്ന് കേൾക്കുക. ഈ VD സതീശൻ സർക്കാരിന്റെ ഈ നിലപാടുണ്ടല്ലോ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചു KSRTC, അതിപ്പോ നിങ്ങളെങ്ങനെ ബാധിച്ചിട്ടുണ്ട് ഒരു കോൺട്രാക്ടർ എന്നുള്ള നിലയ്ക്ക്? എന്നെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ നമ്മുടെ പണിക്കാർക്കൊന്നും ഈ സൈറ്റിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ഈ ഏരിയയിൽ, നമ്മളെ വയനാട്, നമ്മുടെ ഏരിയയിലൊക്കെ കുറേ സ്ഥലങ്ങളിൽ പ്രൈവറ്റ് ബസ് മാത്രം ആശ്രയിച്ച് ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. KSRTC ഇല്ലാത്ത കുറേ ഏരിയകളുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിൽ ആണ് ഉള്ളത്. വന്ന് ബസ്, എൻ്റെ കുറച്ച് 1-2 ഭായിമാർക്ക് എവിടെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് അവർ പോയി പ്രൈവറ്റ് സ്റ്റാൻഡിലിരുന്നു, അവർക്ക് ബസ് കിട്ടിയില്ല. അവർക്ക് അറിയില്ലായിരുന്നു എവിടെ ഇരിക്കേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ 1-2 സ്ഥലത്തൊന്നും അതേപോലെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. ഇതിലിപ്പോൾ നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പരിപാടി, നമ്മളെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര, ഇതിനെക്കുറിച്ച് നമ്മൾ ആരത്തെ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാലും ഒരു 80% ആൾക്കാർക്കും ഇതിനോട് താല്പര്യമില്ല, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ഇത് ഒരു 60 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക്, അല്ലാതെ സ്ത്രീ പുരുഷൻ വേർതിരിവില്ലാണ്ട് എല്ലാവർക്കും, അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക്, അവർക്കൊക്കെയാണ് ഈ ഫ്രീ എങ്കിലും ഒരുപാട് ഉപകാരത്തിൽ വന്നേനെ. ഇതിപ്പോൾ ഒരു ഉപകാരവും ഇല്ല. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാർ ഇന്ന് ഒരു ദിവസം സമരം ചെയ്തു, അവരിനി അത് തുടർന്ന് കൊണ്ടുപോയാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുക എന്നല്ലാണ്ട് വേറൊന്നുമില്ല. ഇതിലിപ്പോൾ നമ്മളെ വയനാട്ടിലുള്ള അധികം ആളുകളും ഈ സൗജന്യം കൊണ്ട് അവർക്ക് ഒരു മെച്ചം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ ഒന്ന് അറിയാൻ കഴിഞ്ഞാണ്, നമ്മുടെ കൽപ്പറ്റ, പിന്നെ മേപ്പാടി, ചുണ്ട, വൈത്തിരി, ഇങ്ങനെ ഏരിയയിലുള്ളവരൊക്കെ വെളിച്ചെണ്ണ വാങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ ഈങ്ങാപ്പുഴയ്ക്ക് പോവാണ് സ്ത്രീകൾ. അവിടെ പോയി അവർക്ക് വെറുതെ ബസ്സിൽ കയറി ഇരുന്നാൽ മതി, അവർക്ക് അവിടെ എത്തി 40 രൂപ അങ്ങാണ്ട് നമ്മളെ ഇവിടുത്തെക്കാട്ടി വെളിച്ചെണ്ണയ്ക്ക് കുറവുണ്ടെന്ന്. അതേപോലെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നൊക്കെ അവർ പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇവിടുന്ന് കിട്ടുന്നതിനെക്കാട്ടി വില കുറച്ച് നല്ല സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് അതിനുവേണ്ടി പോകുന്ന കുറേ ആളുകളുണ്ട്, സ്ത്രീകളുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്നൊന്ന് ചിന്തിച്ചാൽ മതി. തങ്ങളുടെ ആദർശത്തിലും തങ്ങളുടെ കഴിവിലും തങ്ങളുടെ ഭരണ മികവിലും
ആത്മവിശ്വാസമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് സൗജന്യങ്ങൾ വാരിക്കോരി നൽകുക, വാഗ്ദാനങ്ങൾ നൽകുക, അങ്ങനെ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ ശ്രമിക്കുക. സാധാരണ നമ്മൾ ഇങ്ങനെ കാണാറ് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഭൗതിക നിലവാരം എത്രത്തോളം ഉണ്ട് ശരാശരി ഭാരതീയരിൽ നിന്ന് എന്ന് നമുക്കറിയാം. വളരെ മനോഹരമായി അവിടുത്തെ രാഷ്ട്രീയക്കാർ അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാറുണ്ട്. സിനിമാക്കാരായിക്കോട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ, ഒരു മിക്സി കിട്ടിയാൽ വോട്ട് ചെയ്യും അവർ, ഇല്ലെങ്കിൽ 1000 രൂപ വാങ്ങിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്നു. ജനാധിപത്യ ബോധം തീരെ ഇല്ലാത്ത ഒരു ജനതയായി പലപ്പോഴും തമിഴ്നാട്ടുകാർ മാറാറുണ്ട്. അതുപോലെ കേരളത്തിലുള്ള ആളുകളെയും മാറ്റാൻ ശ്രമിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആദർശത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ വോട്ട് ചോദിക്കാൻ ആ ആദർശം മതി. അവർ എന്ത് ചെയ്യും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ ഭരണ മികവിനെ കുറിച്ച് ഒരു മതിപ്പ് ജനങ്ങൾക്കുണ്ടായാൽ മതി. പക്ഷെ ഇവിടെ നോക്കൂ, സൗജന്യങ്ങൾ നൽകുകയാണ്. ആ സൗജന്യം രാജ്യത്തിന്റെ ഇല്ലെങ്കിൽ വിശേഷിച്ച നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നു, ആളുകളുടെ തൊഴിലിനെ ബാധിക്കുന്നു, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു. ഇത് ശരിയാണോ? ഇത് പാടില്ല. ഇത് നിർത്തലാക്കണം എന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സ്ത്രീകളും 80% സ്ത്രീകളും ഈ സൗജന്യത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാഴ്ച. കേരളത്തിലെ 80% സ്ത്രീകൾ ഈ സൗജന്യം ആവശ്യമില്ലായിരുന്നു എന്ന് പറയുന്നിടത്താണ് എത്രത്തോളം വിഡ്ഢിത്തമാണ് ഈ ഗവൺമെന്റ് ചെയ്തതെന്ന്. ഇനി അവർക്കതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ രാഷ്ട്രീയ എതിരാളികളുടെ വാക്ശരങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ പ്രതിസന്ധിയിൽ നിന്ന് സംസ്ഥാനത്തിന് കരകയറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.